കേരള സ്റ്റോറി സിനിമയ്ക്ക് പിന്നാലെ തന്നെ SFIയുടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തുകയാണ്. അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. MSF അടക്കമുള്ള സംഘടനകളാണ് വിമർശനം ഉന്നയിക്കുന്നത്. അതിൻ്റെ ഈ ഫെസ്റ്റിവൽ നടത്തേണ്ട ഒരു ആവശ്യമുണ്ടോ? കേരളത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഏത് വിഷയവും രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്കെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി എല്ലാ തലത്തിലും എല്ലാവരും സർക്കാർ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എത്രയോ തെളിവുകൾ നമ്മൾക്ക് കാണുന്നുണ്ട്. കോടതികൾ പോലും അതിനെ ചോദ്യം ചെയ്തു തുടങ്ങി. പല ഉത്തരവുകളും കോടതി മരവിപ്പിച്ചു. സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ട് പോലും ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ എന്താണ് ഈ കാട്ടുന്നത് എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ IAS കാരനായാലും രാഷ്ട്രീയക്കാരനായാലും വിദ്യാർത്ഥി സംഘടനയായാലും ആരായാലും 10 വോട്ട് 4 സീറ്റ് അതിനുവേണ്ടി ഏത് നിലവാരത്തിലേക്കും താഴാനും എന്ത് കുതന്ത്രവും എന്ത് മര്യാദകേടും കാണിക്കാനും തയ്യാറാകും. ഇവിടെ ബീഫാണ് വിഷയം. ഈ ബീഫ് എന്നുള്ള ഒരു വാക്കിന് നമ്മുടെ നാട്ടിൽ വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്ന ഒരു വാക്കേയല്ല. ഇപ്പോൾ ഈ ബീഫ് എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു വലിയ വിഷയമാണ്. കേരള സ്റ്റോറി അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് ആർക്കും അത് സിനിമ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് ഉള്ളത് കൊണ്ട് പലരും സിനിമയെടുക്കും. ആ സിനിമയ്ക്കെതിരെ വിമർശനം ഉണ്ടായാൽ സെൻസർ ബോർഡിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം, ഒക്കെ പോകാം. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടു. എന്തിനേറെ ഒരു നടിയുടെ വസ്ത്രത്തിൻ്റെ നിറത്തെക്കുറിച്ച് പോലും തർക്കമുണ്ടായി, പരിഹരിക്കപ്പെട്ടു. എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ 17 തവണ കത്രിക കയറി ആ സിനിമ ഇറങ്ങി. ജാനകി എന്നുള്ളതിൻ്റെ കൂടെ ബി ജാനകി എന്ന് ഭേദഗതി വരുത്തി അതും ഇറങ്ങി. അപ്പോൾ എന്തിനും ഇവിടെ നമ്മളുടെ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്, അതിനുള്ള നിയമ നടപടികളുമൊക്കെ ഉണ്ട്. ഇവിടെ വിഷയം ഇപ്പോൾ എന്താ? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുക. കേരള സ്റ്റോറി എന്ന് പറയുന്നതിൻ്റെ ഇതിവൃത്തം ഒരു മതവിഭാഗത്തിനെ ബുദ്ധിമുട്ടിക്കുന്നതും ആക്ഷേപിക്കുന്നതും അവഹേളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇതിവൃത്തമാണ്. അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനായിട്ടുള്ള ഒരു തിരിച്ചുള്ള ഒരു ബദൽ പരിപാടിയാണ് ഈ ബീഫ് ഫെസ്റ്റിവൽ. അപ്പോൾ അത് മറ്റൊന്നുകൂടി ഇപ്പം നമ്മൾ നോക്കിയാൽ, ഇപ്പം മുസ്ലിം സമുദായത്തിൻ്റെ റംസാൻ വ്രതമാണ്, ഇന്ന് 3ാമത്തെ ദിവസമാണ്. ആ സമയത്ത് തന്നെയാണ് ഈ ബീഫ് ഫെസ്റ്റിവൽ ഇവിടെ SFIക്കാർ ഉയർത്തിക്കൊണ്ട് വരുന്നത്. ഇവിടെ ഒരു സിനിമയിലെ ഏതെങ്കിലും ഒരു രംഗത്തിൽ നിർബന്ധിച്ച് അങ്ങനെ ഈ ബീഫ് കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു എന്നുള്ളൊരു രംഗമുള്ളതിനെ ഓർമ്മിപ്പിക്കാനും അതിനെ മുതലാക്കാനുമാണല്ലോ ഇത്. പരമാവധി ചർച്ചയാക്കുക. പ്രത്യേകിച്ച് ഇപ്പം SFI ഇത് എടുക്കുന്നത് നമ്മൾ എല്ലാം കൂട്ടി വായിക്കണമല്ലോ. മുസ്ലിം സമുദായത്തിലും ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ ആകെ പിടിവിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഒരവസരത്തിൽ അവരെ ഏറ്റവും കൂടുതൽ ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ എന്ന് മാത്രമല്ല, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെയും BJPയെയും RSSൻ്റെയും ഒക്കെ തടയാൻ ഇവിടെ CPM അല്ലാതെ വേറെ ആരുണ്ട് എന്ന നിലയിൽ വരെ ഈ വിഭാഗത്തിനെ തെറ്റായി ചിന്തിപ്പിക്കാനും ഇവരുടെ കൂടെ നിർത്താനുമൊക്കെ ഒരു പരിധിവരെ മുൻകാലങ്ങളിൽ കഴിഞ്ഞിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതൊന്നും ആത്മാർത്ഥമായ സ്നേഹമല്ലെന്നും കാപട്യമാണെന്നും വോട്ടിന് വേണ്ടിയാണെന്നും അന്തിമമായി അങ്ങനെ ഒരു താല്പര്യം ഇവരോട് ഇല്ലെന്നും ഒക്കെ ഉള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർക്ക് സ്റ്റോറിയെ ഈ കുറ്റപ്പെടുത്തുന്ന പിണറായി വിജയനായിരുന്നു ഇലക്ഷന് പിന്നാലെ ഒരു പത്രത്തിൽ അഭിമുഖം നൽകിയിരുന്നു മലപ്പുറത്തിനെതിരെ. പിന്നീട് അദ്ദേഹം പറഞ്ഞു ഞാനല്ല, എനിക്കറിയില്ല. പക്ഷെ പരാതിയുമായൊന്നും പോയിട്ടില്ല. ഇത്രയും സമയമായിട്ട് അദ്ദേഹം പരാതിയുമായി പോയിട്ടില്ല. അപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് വിമർശനം ഉയരുമ്പോൾ പ്രശ്നം ഈ മുഖ്യമന്ത്രിക്ക് വിമർശിക്കാമല്ലേ? അത് പറഞ്ഞുവല്ലോ, അദ്ദേഹവും ഈ പറയുന്ന പോലെയാണ്. സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രം മലപ്പുറമാണെന്ന രീതി. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പാർട്ടിയുടെ ആളാണെങ്കിൽ പോലും കേരളത്തിലെ മുഴുവൻ പേരുടെയും മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയുവാനോ എന്തെങ്കിലും സന്ദേശം കൊടുക്കാനോ ഉണ്ടെങ്കിൽ അദ്ദേഹം നേരിട്ട് അത് ചെയ്യാതെ പാർട്ടിയിലെ മറ്റുള്ളവരെ കൊണ്ട് അത് പറഞ്ഞാലും ഫലം തുല്യമാണല്ലോ. അപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയോ കേരളത്തിലെ നമ്മളുടെ MP ഗോവിന്ദനോ TP രാമകൃഷ്ണനോ ആരെന്ത് പറഞ്ഞാലും ഇവിടെ അത് CPMൻ്റെ ഒരു നയമോ നിലപാടോ ആയിട്ട് ആരും അംഗീകരിക്കില്ല.
ഇവിടെ പാർട്ടിയുടെ നിലപാടും നയവും എന്താണെന്ന് അറിയണമെങ്കിൽ അത് ശ്രീ പിണറായി വിജയൻ്റെ വായിൽ നിന്ന് തന്നെ വരണം. പോളിറ്റ് ബ്യൂറോ കൂടി പ്രമേയം പാസ്സാക്കിയാലും ഇവിടെ ഒരാളും അംഗീകരിക്കില്ല. മറിച്ച് അവിടെ പ്രമേയം പാസ്സാക്കുന്നതിൻ്റെ ഗൗരവത്തിൻ്റെ ഒരംശം ഒന്ന് ഇദ്ദേഹം പറഞ്ഞാൽ മതി, ഇദ്ദേഹത്തിൻ്റെ അണികളെല്ലാം കൂടി അത് സപ്പോർട്ട് ചെയ്യും. മറ്റേത് പോളിറ്റ് ബ്യൂറോ പ്രമേയം പാസ്സാക്കിയെന്ന് പറഞ്ഞാൽ ദേശാഭിമാനി വന്നാൽ അത് വായിക്കുന്നതിൽ 90% പേരും വിശ്വസിക്കില്ല. മറിച്ച് വൈകിട്ട് 6 മണിക്ക് നമ്മുടെ മുഖ്യമന്ത്രി 2 മിനിറ്റ് ടി വി കൂടെ പറയാമെന്നുണ്ടെങ്കിൽ സർവ്വ അല്ലാത്തതും എല്ലാവരും വിശ്വസിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ പറയേണ്ടി വരുന്നത്. ഒരു ദുർഗതി എന്നല്ലാതെ എന്താ പറയുക? പണ്ടൊക്കെ പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ മുഖ്യമന്ത്രിമാർ പറയും, അത് CPM മുഖ്യമന്ത്രിയാണെങ്കിൽ പറയും, പാർട്ടി സെക്രട്ടറി പറയും. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമാണ് കേരളത്തിലെ CPM സംസ്ഥാന സെക്രട്ടറി പറയും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സാർവദേശീയമായിട്ട് ആഗോളമായിട്ടൊക്കെ പറയേണ്ടതാണെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറയുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവരുടെയൊക്കെ സ്ഥിതി പറയാതെ അറിയാമല്ലോ. അപ്പോൾ അതാണ് വിഷയം. ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ബീഫ് ഫെസ്റ്റിവൽ. ഈ ബീഫ് ഫെസ്റ്റിവൽ ഇതിനു മുമ്പ് കേരളത്തിൽ ചർച്ചയായത് പൗരത്വ ഭേദഗതി വന്നപ്പോഴായിരുന്നു. പൗരത്വ ഭേദഗതി വന്നപ്പോൾ അത് ഇവിടെ മാത്രമല്ല രാജ്യം മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് എല്ലായിടത്തും SFIയും CPMും ഇത്തരത്തിലുള്ള ഒരു ആഹാര എന്നല്ലാതെ ബീഫിന് എന്താണ് പ്രാധാന്യം? അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണോ? ഒന്നുമല്ലല്ലോ. ഇവിടെ ഇപ്പം കേരളത്തിൽ നമ്മളൊരു കണക്കെടുത്താൽ ബീഫ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗക്കാർ മാത്രമാണ്. ബീഫിനോട് താല്പര്യമുള്ളവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണേലും അത് കഴിക്കും. ഇനി മുസ്ലിം മതപണ്ഡിതന്മാരിൽ പോലും ഇത് കഴിക്കാത്തവരുമുണ്ട്. അപ്പോൾ ഇത് ഒരു മതത്തിൻ്റെ മുഖ്യ ആഹാരമാണ് എന്നുള്ള നിലയിൽ ഒരാളിന് ബീഫ് കൊടുത്താൽ ആ സമുദായത്തോട് ഞങ്ങൾ കൂറ് പ്രഖ്യാപിക്കുന്നു എന്ന രീതിയിലല്ലേ ഈ മെസ്സേജ് കൊണ്ടുപോകാൻ പോകുന്നത്. അത് മതത്തിൻ്റെ പേരിൽ, ആഹാരത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, വേഷത്തിൻ്റെ പേരിൽ, മതചിഹ്നങ്ങളുടെ പേരിൽ ആളുകളെ തമ്മിലടിപ്പിക്കരുതെന്ന് പറയുന്നവർ തന്നെയല്ലേ അത് ആളിക്കത്തിക്കാൻ നോക്കുന്നത്. അപ്പം SFI ഇപ്പം എല്ലാ അർത്ഥത്തിലും പിടിവിട്ട് SFIയുടെ ഈ പ്രവർത്തനം പൊതുസമൂഹത്തിൽ ഒരു വിഭജനം ഉയർന്നു വരുന്നുണ്ടല്ലോ. കാരണം പലരും ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പോർക്ക് ഫെസ്റ്റിവൽ നടത്തുന്നില്ല? അങ്ങനെ ഒരു അനാവശ്യ ചർച്ചയിലേക്കാണല്ലോ SFI ഇത് വഴിവെക്കുന്നത്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മളുടെ നാട്ടിൽ ഏതെല്ലാം ഭക്ഷ്യ സാധനങ്ങളുണ്ടോ അതെല്ലാം അവരവർക്ക് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. ഒരു പാർട്ടി ഏതെങ്കിലും ഒരു ഭക്ഷ്യ വസ്തു, ഇപ്പം അത് ബീഫ് മാത്രമല്ലല്ലോ, മട്ടണില്ലേ, എന്താ മട്ടൺ കൊടുത്താൽ എന്താ? അതാ ഞാൻ ആദ്യമേ ചോദിച്ചത്, ഈ ബീഫ് എന്ന് പറയുന്നതിനുള്ള പ്രാധാന്യം എന്താണ്? ഇപ്പോൾ മാംസം കഴിക്കാത്ത വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള 2 വേർതിരിവാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പ്യുവർ വെജിറ്റേറിയൻ ഉണ്ട്, സെമി വെജിറ്റേറിയൻ ഉണ്ട്, സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ഉണ്ട്, ഇല്ലേ? അതൊന്നുമല്ല വിഷയം. ബീഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മതവിഭാഗത്തിൻ്റെ ചിന്ത, പേര് വരും. അപ്പം ഇത് ആരെങ്കിലും ഒരു ഫെസ്റ്റിവൽ നടത്തിയാൽ ആ ഫെസ്റ്റിവൽ നടത്തുന്നവർ ആ മതവിഭാഗത്തെ പ്രൊമോട്ട് ചെയ്യുന്നു, അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്നവരാണ് എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മതവിഭാഗത്തോട് മാത്രമേ ഇവർക്ക് കൂറുള്ളൂ. ബാക്കിയുള്ളവരുടെ വേറെ എന്തെല്ലാം ഇഷ്ടവിഭാഗങ്ങളും. ഇതുമായി ബന്ധപ്പെട്ട് MSFന്റെ പ്രതികരണം വന്നിട്ടുണ്ടല്ലോ, അത് കൃത്യമായ ഒരു നിലപാടായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെ നമ്മൾ പലപ്പോഴും നമ്മളുടെ ഈ മൈൻഡ് സെറ്റ് അത് വലിയ കുഴപ്പം പിടിച്ചതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ഏറ്റവും കുഴപ്പം പിടിച്ച അല്ലെങ്കിൽ ഒരു വർഗീയമായി ചിന്തിക്കുന്ന ഒരു പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ചിലർ ചാടി വീണ് ആദ്യം കയറി പറയുന്നത് ഈ മുസ്ലിം ലീഗ് എന്നായിരിക്കും. കാര്യം എന്താ? ഒരു മതത്തിൻ്റെ പേര് അതിനകത്താണുള്ളത്. വേറെ പാർട്ടികളുടെ പേരിലൊന്നും അങ്ങനെ ഒരു മതവിഭാഗത്തിൻ്റെ പേരില്ല. ആ പേരുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ രാജ്യദ്രോഹികളാണ്, കുഴപ്പക്കാരാണ്, ആ വിഭാഗത്തിന് മാത്രം നിലകൊള്ളുന്നവരാണെന്നുള്ള ഒരു തോന്നൽ വരും. പക്ഷേ അവർ ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള ആ പാർട്ടി, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് പോലും അവർ വികാരഭരിതമായി ഇവിടെ പ്രത്യേകിച്ച് ഒരു അമ്പലത്തിനോ വേറെ ഒന്നിനും പോയില്ല. അവർ സമാധാനം പാലിക്കുകയാണ്. അന്ന് ഇവർക്ക് തീവ്രത എന്നുള്ളൊരു വാക്ക് CPM അളക്കാനുള്ള മെഷീൻ ഒരുപാടുണ്ട് അവരുടെ കയ്യിൽ. മത തീവ്രത അളന്ന മാവിനിക്കകത്ത് നോക്കിയപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തീവ്രത കുറവാണ്.
അപ്പോൾ അന്ന് മലബാറിൽ പ്രത്യേകിച്ചും കേരളത്തിൽ പൊതുവെയും എടുത്ത നിലപാടെന്താണ്? മുസ്ലിം ലീഗിന് മത തീവ്രതയില്ല. ബാബറി മസ്ജിദ് പൊളിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നു. നിങ്ങൾ മദനിയെ കണ്ടുപിടിക്കൂ, മദനിയുടെ PDPയിൽ ചേരൂ, മുസ്ലിം ലീഗ് വിടൂ എന്ന് പറഞ്ഞ് മദനിയെയും ഒക്കെ ഈ PDPയെ വളർത്താൻ ശ്രമിച്ച പാർട്ടിയാണ് ഈ CPM, ഈ SFI. അന്ന് SFIയുടെ ജോലി അതായിരുന്നു. അപ്പോൾ കാലാകാലങ്ങളിൽ ഈ നിലപാട് ഇവരെടുക്കും. ഇപ്പോൾ എല്ലാം പിടിവിട്ടുപോയി. സദ്ദാം ഹുസൈൻ മരിച്ചപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സ് ബോർഡ് വെച്ച് അതിൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞ് വോട്ട് വാങ്ങിയവരാണ്. EMS മഹാത്മാഗാന്ധിയെയും മദനിയെയും തുല്യരാണ് എന്ന് പറഞ്ഞ് വാഴ്ത്തിയതാണ്. രണ്ടർത്ഥത്തിലും വരാം. മദനി മതേതരവാദിയാണെന്നും വാദിക്കാം, മഹാത്മാഗാന്ധി മദനിയെ പോലെ വർഗീയവാദിയാണെന്നും എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാവുന്ന ബുദ്ധിയാണ് കാണിച്ചത്. അപ്പോൾ വളരെ ലളിതമായി നമ്മൾക്ക് പറഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിലും വീണ് കിട്ടുന്ന ഏതെങ്കിലും ദൗർഭാഗ്യകരമായതോ അല്ലെങ്കിൽ തികച്ചും സതുദ്ദേശപരമായി ചെയ്യുന്നതിനെ പോലും ദുരുദ്ദേശപരമായി ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ വിഭജനം ആര് ശ്രമിച്ചാലും വിജയിക്കില്ല. ഒരു വിഭാഗത്തിനും കേരളത്തിൽ ഇത് ബാധകമാക്കാനും പറ്റില്ല. അത് നമ്മളുടെ ഒരു ജനറ്റിക് ആയിട്ട് ഈ നമ്മളുടെ സംസ്ഥാനത്തിനുള്ളതാണ്. പക്ഷേ ശ്രമിച്ച് നോക്കുകയാണ്. ഈ വിഷയം ഇപ്പോൾ ഈ ബീഫ് ഫെസ്റ്റിവൽ വരുമ്പോൾ ഈ ബീഫ് ഫെസ്റ്റിവൽ എന്തിനാണെന്നുള്ള ചർച്ച വരും. ഉടനെ അത് എവിടേക്ക് പോകും? കേരള സ്റ്റോറിയിലേക്ക് പോകും. അപ്പോൾ കേരള സ്റ്റോറി വേഴ്സസ് ബീഫ് ഫെസ്റ്റിവൽ രണ്ട് വിഭാഗമായി. കേരള സ്റ്റോറിയെ അനുകൂലിക്കുന്നവർ, ബീഫ് ഫെസ്റ്റിവലിനെ അനുകൂലിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഇത്തരം സംഗതികൾ, എനിക്ക് തോന്നുന്നത് MSF കൃത്യമായി അത് പറഞ്ഞു. ഇങ്ങനെ ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്ന നിലപാട് അത് ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. അവരെന്തിനാണ് ആ ഒരു നിലപാടെടുക്കേണ്ട ഒരാവശ്യവുമില്ല. SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ സമയമില്ല. കാരണം ഇവിടെ എങ്ങനെ മൂന്നാമത് ഒരു ഗവൺമെൻറ്റും കൂടി ഈ LDFന് കൊണ്ടുവരാൻ വേണ്ടി അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ SFIക്കാരിൽ ബഹുഭൂരിപക്ഷം പേരും 18 വയസ്സ് താഴെ ആയതുകൊണ്ട് വോട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രവർത്തികളെങ്കിലും ചെയ്തിട്ട് കുറേ ന്യൂനപക്ഷ വോട്ടുകളെങ്കിലും നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഴ് ശ്രമം നടത്തി നോക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മളുടെ സാഹിത്യകാരന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക നായകന്മാർ ഒക്കെ ഇത്തരം ഇത് വഷളാക്കരുത്, എരുതിയിൽ എണ്ണ ഒഴിക്കരുത് എന്ന് പറഞ്ഞ് അത് തിരുത്തണം. സച്ചിദാനന്ദൻ അടക്കമുള്ളവരെ പോലെയുള്ളവർ അതിന് തയ്യാറായി വരും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. കാരണം സാഹിത്യ മേഖലയിൽ ഇപ്പോൾ അത്തരം ഒരു വലിയ ചിന്ത വരുന്നുണ്ട്. അതൊരു നല്ല പ്രവണതയാണ്. ഈ ബീഫ് ഫെസ്റ്റിവലിനെതിരെയും അതുണ്ടാകുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.